ഹായ്, ഇന്ന് ഞാൻ നമ്മുടെ അടുക്കളയിലാണ് ഇരിക്കുന്നത്. ഇന്ന് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം കാലൊക്കെ വയ്യാണ്ടിരിക്കല്ലേ. അങ്ങനെ ഞാൻ ഫുൾ ഇവിടെ അടുക്കളയിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ഗോതമ്പ് കൊണ്ട് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം വെൽക്കം ടു മാജിക് പിക്സൽ. ഞാൻ ആദിത്യ ജയരാജ്. ഈ വീഡിയോ ഞാനും എൻ്റെ അമ്മയും കൂടെ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാ. ഈ കപ്പിൽ നിന്ന് നമ്മൾ 3.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾ പൊടി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ വൈറ്റ് കളർ മാത്രമല്ലേ, അത് വെന്ത്. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് ഒഴിക്കുന്ന പോലെ നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. അതേപോലെ പരുവത്തിലാക്കി എടുക്കണം. അപ്പം ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന പോലെ കുഴക്കണം. നല്ല സോഫ്റ്റ് ആവണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് വെച്ചാൽ മതി. വെള്ളം കൂടിപ്പോയാൽ പിന്നെ ശരിയാവത്തില്ല, പ്രശ്നമാവും, പണി പാടുമല്ലേ. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ സോഫ്റ്റ് ആവണം. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മളിപ്പോൾ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ മതി. കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, അതിനകത്ത് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊട്ടുമൊക്കെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇപ്പം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ സേവനാരിക്കത്താണ് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയാൻ മറന്നു പോയതാ. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചില്ലെടുക്കുക. തൊട്ടിട്ട് ചില്ലിട്. എന്നിട്ട് മാവ് വെക്കണം. മാവ് വെച്ചിട്ട് നമ്മുടെ ഈ സാധനം കൊണ്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം. അപ്പോൾ തിരിക്കുന്ന അനുസരിച്ച് മാവ് താഴോട്ട് നമ്മുടെ നൂഡിൽസ് പോലെ ഇങ്ങനെ വരും. ചെറുപറ. അപ്പം നമ്മൾ വെച്ചോ, മാവ് നിറച്ച് വെച്ചു. അപ്പം നിറയുന്നത്ര നിറച്ച് വെച്ചു. നമ്മൾ അടയ്ക്ക്. നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് എണ്ണയ്ക്കകത്തോട്ടാണോ? എണ്ണയല്ല, വെള്ളത്തിലോട്ട്. വെള്ളത്തിലോട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. വെള്ളത്തിലോട്ട് ഇടുന്നതിന് മുമ്പേ വെള്ളത്തിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിടുക. സോൾട്ട് നമ്മൾ ഒരു നുള്ളു കുറച്ച് ഉപ്പിടുക. പിന്നെ ഒരു ഇച്ചിരി എണ്ണ ഓയിൽ. അത് നമ്മൾ ആദ്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മാത്രം ഒഴിക്കുന്നത്. നമ്മൾ ഇത് കുഴയ്ക്കാൻ എടുത്ത ഓയിൽ തന്നെയാണ്. ആ ഓയിൽ തന്നെ ഒഴിച്ചു. ഇനി വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഇതങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇച്ചിരി തണുത്ത വെള്ളം കൂടി എടുത്തു വെക്കണം.
അപ്പൊ നമ്മൾ സേവനാരി കൊണ്ട് അത് ഒഴിക്കാൻ പോവാണ്. വെള്ളം ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഒഴിക്കും. എന്തായാലും ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ സാധനം. ഞാൻ നൂല് പോലെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും. നൂഡിൽസ് സാധാരണ ഇറങ്ങി വരുന്ന പോലെ അങ്ങനെ ഇറങ്ങി വരും. ഈ സെറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് ഇടാൻ പോകുകയാണ്. ഇപ്പൊ തീരാറായി, കുറച്ചും കൂടെ ഉള്ളൂ. നമ്മൾ മുഴുവൻ കുക്കാവുന്നതിന് മുമ്പ് ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മൾ എടുക്കണം. പകുതി കുക്കായാൽ മതി. നേരത്തെ ചൂടുവെള്ളത്തിൽ എടുക്കണം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. നൂഡിൽസിൻ്റെ ഷേപ്പിലൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ബാക്കി ടെക്സ്ചറൊക്കെ ആയോ എന്ന് നമുക്ക് എടുത്തിട്ട് നോക്കണം. അപ്പം അതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് കിടന്ന് ഒന്ന് കുറച്ച് കുക്കാവട്ടെ. അപ്പം അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കോരി എടുക്കാം. അപ്പോൾ കോരി എടുത്താൽ ഉടനെ ഇടാനായിട്ട് തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. വേഗം തന്നെ ഇടുക. നമ്മുടെ കുറച്ച് തറയും ഇട്ടിട്ടുണ്ട്, സാരമില്ല, നമുക്കത് കളയാവുന്നതാണ്. കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് നോക്കുക. ഇപ്പം നമുക്ക് ഓരോന്നോരോന്ന് വിട്ട് വിട്ട് ലൂസായിട്ട് വരുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇനി ബാക്കിയെല്ലാം ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് കുഴക്കില്ല, ഇച്ചിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചാലേ ഇത് ഇറങ്ങി വരത്തുള്ളൂ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഏറ്റവും കുഞ്ഞ മുന്തിരിങ്ങ സഹായിക്കാൻ വന്ന ആളിപ്പം മുന്തിരിങ്ങ തീറ്റി മത്സരമാണ്. നല്ലൊരു കൂട്ടുകാരൻ്റെ അച്ഛന് കയ്യിൽ നിന്ന് മേടിച്ച കൃഷിൻ്റെ അച്ഛൻ തന്ന. ഞാനൊരു കാര്യം കാണിച്ചിട്ടെ. പയർ നമ്മൾ കിളിപ്പിച്ചെടുത്തതാണ്, മണ്ണൊന്നും ഇല്ലാണ്ട് നമ്മൾ സൂപ്പറായിട്ട് കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. വെറും ഒരു തൂവാല മാത്രം കൊണ്ട് കിളിപ്പിച്ചെടുത്ത് ഇതുണ്ടാ. ഇപ്പോൾ കുറച്ച് നമ്മുടെ കിളുത്ത് വരുന്നുണ്ട്. ഇപ്പം ഇപ്രാവശ്യത്തെ കർഷകശ്രീ കിട്ടുമോ? ഞാനൊരു കർഷകനാ. പയറായത് നമ്മൾ മുളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കോളൂ, ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഒന്നിന്ന് വിട്ടുവിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ നൂഡിൽസിന്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇപ്പം സാധാരണ മുട്ടുന്നൊന്നുമില്ല. നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ നൂഡിൽസ് പോലെ തെന്നുന്നൊക്കെ ഉണ്ട്. കയ്യിൽ നിന്നൊക്കെ നോക്കുള്ളൂ തെന്നി പോകുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന രീതിയിൽ ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാം. ഇപ്പം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു നൂഡിൽസ് ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ഇച്ചിരി എണ്ണ ഒഴിക്കുക. ആ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പും കുരുമുളകും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാരിനേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് ഇടുകയാണ് നമ്മുടെ ചിക്കൻ. അപ്പം നമുക്കിതിനി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് എടുക്കാം.
കോഴി ഇട്ടിരിക്കുന്നു. അപ്പൊ തന്നെ ചറുകളാവുന്നുള്ള സൗണ്ട് അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. പകുതി ഒരു കുറച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വെന്തെടുക്കണം. ഒന്ന് വെന്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ചറുകളാവുന്ന സൗണ്ട് ഉണ്ട്. ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കനാണ്. ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കാം. ഞാൻ ചേർക്കട്ടെ. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ ചതയ്ക്കാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. ചതയുമോന്ന് കണ്ടറിയാം. നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർക്കുകയാണ്. അമ്പ ഇട്ടോ. പിന്നെ ചിക്കനിലേക്ക് ചേർക്കാം. പറ്റാത്ത ജോലിയെ കാണാൻ കൈയൊക്കെ പൊള്ളും. അതാണ് അമ്മയാണ് ഇടുന്നത്. ഞാൻ ചതയ്ക്കൽ മാത്രമേ ഉള്ളൂ അല്ലേ? സവോള അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇടണം. സവോള ഇട്ടു. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാബേജും കൂടെ ഇടുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ ക്യാപ്സിക്കവും ക്യാബേജും ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അരിഞ്ഞ് നീ അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴയുണ്ടോ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം? നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു. ഈ പച്ചക്കറിക്ക് കൂടെ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി സോയാ സോസ് കൂടെ ഒഴിക്കാം. കുറച്ച് സോയാ സോസ് ഒഴിക്കാം. അതിൻ്റെ അനുസരിച്ച് ഉപ്പിടാവും. നമുക്കൊരു കളറൊക്കെ കിട്ടും. അപ്പം നമ്മുടെ കളറൊക്കെ ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പ്യൂരിയാണ്. നമ്മൾ ഹോം മെയ്ഡ് ടൊമാറ്റോ ഇതാണ്. ടൊമാറ്റോ ഇതാണ്. അപ്പം നല്ല തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, ലോ ഫ്ലെയിമിലല്ല ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസും കൂടെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചില്ലി സോസ് ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ അത്യാവശ്യം എരി കാണും. അതുകൊണ്ട്
നമ്മൾ ചില്ലി സോസ് ഇനിയിപ്പം ചേർക്കുന്നില്ല. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നോക്ക്, നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനിത്തെ ജോലി എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇപ്പോഴേ ഇത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. നമ്മൾ ചിക്കൻ പീസ് ഒറ്റയ്ക്ക് എന്തെന്ന് നോക്കട്ടെ. അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നോക്കോളൂ, നല്ല സൂപ്പർ നൂഡിൽസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ട്. ഇപ്പം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ ഹോം മെയ്ഡ് നൂഡിൽസ് ഉണ്ടാക്കാം. നിങ്ങൾ കാണിച്ചെന്ന് അതും നമ്മുടെ ചപ്പാത്തിപ്പൊടിയുണ്ട്, ഹോം മെയ്ഡ് നൂഡിൽസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ കമൻറ്റും ഇടണം, പിന്നെ ബെല്ലൈക്കനും എന്നെ വിളിക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരും. ബൈ.